നമസ്കാരം, മലനാണ് എല്ലാവർക്കും ബി2വിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെ ഒരു പെൺകുട്ടിയെ കൊണ്ട് നമ്മളെ പ്രപ്പോസ് ചെയ്യിപ്പിക്കുമെന്നാണ്. അതായത് ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചേട്ടാ എനിക്ക് അവളെ ഇഷ്ടമൊക്കെയാണ്, അവൾക്കും എന്നെ ഇഷ്ടമാണ്, പക്ഷെ അവളുടെ അടുത്തോട്ട് പ്രപ്പോസ് ചെയ്യാൻ പേടിയാണ്. അപ്പൊ അങ്ങനെയുള്ള കൂട്ടുകാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുവാണെങ്കിൽ അവൾ വന്ന് നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നതിന് കാരണമാകും. അപ്പൊ നമ്മൾ വീഡിയോയുടെ 5 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങളൊന്ന് 5ഉം കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതി. അപ്പൊ ആദ്യമായിട്ടാണ് ബി2 എന്ന് പറയുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ വീഡിയോ കാണുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളുമായിട്ട് പേഴ്സണലി നിങ്ങൾക്ക് ചാറ്റ് ചെയ്യണം, നമ്മുടെ ഗ്രൂപ്പിലോട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ സൈഡിലായിട്ട് ജോയിൻ ബട്ടൺ കാണും, അവിടെ കയറി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോട്ട് വരാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണലി കുറച്ച് അഡ്വൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ നൽകുന്നതാണ്. ഒരുപാട് സമയങ്ങളായി നമുക്ക് ടോപ്പിക്കിലേക്ക് പോയിക്കാം. ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. അതായത് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കോളേജിലുള്ള ഏതെങ്കിലും ഒരു പെണ്ണിനെയൊക്കെ പോയി ഈ സെറ്റപ്പ് ചെയ്തിട്ട് അവൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഇഷ്ടമാണെന്ന് പറയില്ല. ചിലർക്കെങ്കിലും തോന്നും എനിക്കും അവൾ ഇഷ്ടമാണ്, അവൾക്കും എന്നെ ഇഷ്ടമാണെന്നൊരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങൾ വർക്കൗട്ട് ആവുകയുള്ളൂ. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ അടുത്ത് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താലാണ് ഈ ഒരു സംഭവം വർക്ക് ആവുന്നത്. അല്ലാതെ ചുമ്മാ ഏതിനും വഴി കൂടെ പോണ പെണ്ണിൻ്റെ അടുത്ത് പോയിട്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്കൗട്ട് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കോളേജിലോ സ്കൂളിലോ ക്ലാസ്സിലോ ഒരുമിച്ച് പഠിക്കുന്ന പെൺകുട്ടിയാണ്, അവൾക്ക് നിങ്ങളുടെ അടുത്ത് ഇഷ്ടം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ ആദ്യമേ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചെറിയ ചെറിയ സീക്രട്സ് കാര്യങ്ങളെല്ലാം അവളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരിയാണെങ്കിൽ തീർച്ചയായിട്ടും അവളുടെ അടുത്ത് നിങ്ങൾക്ക് വർത്താനം പറയാനുള്ള ഒരു ഫ്രീഡം ഉണ്ടാവും. പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ ഇട്ടിട്ട് പോകുക അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് പോകുക എന്നുള്ള പേടി കൊണ്ടായിരിക്കും നിങ്ങൾ പ്രപ്പോസ് ചെയ്യാതൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചെറിയ ചെറിയ സീക്രട്സ് കാര്യങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങൾ മെസ്സേജ് അയച്ചൊക്കെ അവളുമായിട്ട് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. പെൺകുട്ടികളെ സംബന്ധിച്ച് ഒരു ചെറിയ സീക്രട്ട് ആണെങ്കിൽ പോലും അവരത് വലിയ കാര്യമായിട്ടാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചെറിയ സീക്രട്സ് ഒക്കെ അവരുമായിട്ട് പറയുമ്പോൾ അവർ വിചാരിക്കുന്നു അവൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറയും എന്നുള്ള ഒരു തോട്ട് പെൺകുട്ടിയുടെ ഉള്ളിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. വലിയ സീക്രട്സ് ഒന്നും പറഞ്ഞാൽ പറ്റില്ല, ചെറിയ ചെറിയ സീക്രട്സ് കാര്യങ്ങളൊക്കെ അവളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും ഒരു പ്രപ്പോസ് ചെയ്യുന്നുള്ള ചാൻസ് കൂടുതലാകാനുള്ള ചാൻസസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്കിൽ അവളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുവാണെങ്കിൽ എനിക്കത് ചെയ്യാൻ അറിയില്ലടി, ഒന്ന് ചെയ്തതാ, ആ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ അവളെയും കൂടി ഇൻക്ലൂഡ് ആക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ആക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുണ്ട് ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സംസാരം കൂടും, നിങ്ങളുടെ അടുത്ത് കൂടുതൽ അവൾ ഇടപഴകുന്നതിന് കാരണമാകും. നിങ്ങൾ ചെറിയ രീതിക്ക് അവരെ ഹെൽപ്പ് ചെയ്യുക, അവരുടെ ഒരു വർക്ക് കാര്യങ്ങൾ വരുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുക. നിങ്ങളുടെ വർക്ക് വരുമ്പം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എനിക്ക് പറ്റില്ലാത്തതുകൊണ്ടാണ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ അവരെ കൂടി നിങ്ങളുടെ വർക്കിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ഇങ്ങോട്ട് വിളിക്കും വരുള്ളൂ. അല്ലാതെ അവരുടെ വർക്കിൽ ഒന്നും ഹെൽപ്പ് ചെയ്യില്ലാണ്ട് നമ്മുടെ ഒന്ന് വർക്ക് ഹെൽപ്പ് ചെയ്യാനും പറഞ്ഞാൽ ആരും വരില്ല. അപ്പോൾ അവരുടെ വർക്കിൽ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വർക്കിൽ അവരെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും അടുപ്പം കൂട്ടുന്നതിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും അവരുടെ കൂടെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള രീതിയിൽ നിങ്ങൾ എക്സ്പ്രസ് കാര്യങ്ങൾ ചെയ്യുക. അത് ഡയറക്റ്റായിട്ട് പറയേണ്ട, ഇൻഡയറക്റ്റ് ആയിട്ട് പല കാര്യങ്ങളിലൂടെ അവരുമായിട്ട് എപ്പോഴും അടുത്തിരിക്കാനും അവരുമായിട്ട് ഇടപെടാനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ നിങ്ങൾ അവർ ഇൻഡയറക്റ്റ് ആയിട്ട് പല കാര്യങ്ങളിലൂടെ സൂചനകൾ കൊടുക്കുക. തീർച്ചയായിട്ടും അതും ഈ പറഞ്ഞ അവരുടെ ഉള്ളൊരു ഇഷ്ടമുണ്ടെങ്കിൽ അത് നിങ്ങളോട് തന്നെ വന്ന് തുറന്ന് പറയുന്നതിന് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവുന്ന കാര്യമാണ്. അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർക്ക് കുറച്ച് അസൂയ തോന്നുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറാനായിട്ട് ശ്രമിക്കുക. അതായത് 24/7 അവളെ ചുറ്റിപ്പറ്റി മാത്രമേ ഇരിക്കാതെ ബാക്കിയുള്ള പെൺകുട്ടികളുമായിട്ട് നിങ്ങൾ പോയി കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുക. അപ്പോൾ അവൾക്കൊരു ചെറിയ അവനെന്തിനാ അവിടെ പോയി അവളുടെ അടുത്ത് പോയി വർത്താനം പറയുന്നത്, ആ ഒരു ഫീല് അവൾ ഉള്ളിൽ തോന്നാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്യുന്നതിന് കാരണം അത് ഓവറാവരുത്, ഒരു ചെറിയ രീതിക്ക്. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ അടുത്ത് മാത്രമല്ല എല്ലാവരുടെ അടുത്തും, അതായത് ആൺകുട്ടികളുടെ അടുത്താണ് വർത്താനം പറയുക. നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ടിരിക്കുക, നിങ്ങൾ നല്ല സ്മാർട്ട് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ഞാൻ അതിലൂടെ ഉദ്ദേശിച്ചത്. അതായത് എല്ലാ കാര്യങ്ങളിലും എല്ലായിടത്തും നിങ്ങൾ ആക്റ്റീവായിട്ട് ഒരു ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലോട്ട് മാറാനായിട്ട് ശ്രമിക്കാം. അടുത്തൊരു പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു പെൺകുട്ടിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്യുന്നൊരു കാര്യമായിരിക്കും സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ പ്രൊഫൈൽ കാര്യങ്ങൾ ഫോളോ ചെയ്യുക. അതിൽ നിങ്ങളുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു നോക്കും, എന്താണ് ആ പെൺകുട്ടി ചെയ്യുന്ന കാര്യമായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം, അടിപൊളി പ്രൊഫൈൽ കാര്യങ്ങൾ ഇടണം. അതുപോലെ നിങ്ങളുടെ നല്ല നല്ല മൂവ്മെൻറ്റ്സ് ഒക്കെ ഇൻസ്റ്റയിലേക്ക് ആണെങ്കിൽ ടൈം ലൈനിലേക്ക് ഇടാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നല്ല നല്ല സ്റ്റാറ്റസ്, അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലവരുണ്ട് ഇഫ് യു ആർ ബാഡ് ഐ ആം യുവർ ഡാഡ് എന്നൊക്കെ പറഞ്ഞ് വലിയ അങ്ങനത്തെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട്, അങ്ങനെയുള്ളതല്ലാതെ നല്ല സ്റ്റാൻഡേർഡായ സ്റ്റാറ്റസ് കാര്യങ്ങൾ ഇടുക, നല്ല പിക്ചേഴ്സ് കാര്യങ്ങൾ. സോഷ്യൽ മീഡിയ നല്ല ആക്റ്റീവായിട്ട് ആര് കണ്ടാലും നോക്കുന്ന രീതിയിൽ ആക്റ്റീവായിട്ട് നിർത്താനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് ഇഷ്ടമുള്ള ഒരാൾ ഓടിപ്പോയി നോക്കുന്നത് സോഷ്യൽ മീഡിയ തന്നെ ആയിരിക്കും. അപ്പോൾ അവിടെ നോക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചൊരു നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇംപ്രഷൻ അവളുടെ ഉള്ളിൽ കൊടുക്കാൻ
കൊടുക്കാനായിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി ശ്രമിക്കുക. എനിവേ ഇന്നത്തെ ഒരു വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പെൺകുട്ടിയുടെ ചെറിയൊരു ഇഷ്ടമുണ്ട്, അവൾക്ക് നിങ്ങളുടെ ഒരു ഇഷ്ടം ഉണ്ട് എന്നൊരു ഫീല് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൾ നിങ്ങളുടെ അടുത്ത് വന്ന് ഇഷ്ടമാണെന്ന് അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് പ്രപ്പോസ് ചെയ്യുന്നതിന് തീർച്ചയായിട്ടും സാധ്യതകൾ കൂടുതലാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇനി എന്തൊരു ചെറിയ വീഡിയോ ഉപകാരപ്രദമായാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. നാളെ മറ്റൊരു മനോഹരമായ വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ഗൈസ്.